നമസ്കാരം. NH866 അഥവാ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നാവായിക്കുളത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പാത കേവലം ഒരു റോഡ് എന്നതിലുപരി തിരുവനന്തപുരം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഇതിൽ പ്രത്യേക സാമ്പത്തിക മേഖലയും IT-ക്കും ലോജിസ്റ്റിക്സിനും വേണ്ടിയുള്ള ഹബ്ബുകളും ഉൾപ്പെടും. 45 മീറ്റർ വീതിക്ക് സർവീസ് റോഡ് ഉൾപ്പെടെയാണ് പണിയുന്നത്. ഭാരത് മാല പരിയോജന സ്കീമിൽ പെട്ടതാണ് ഈ പദ്ധതി. 50:50 അനുപാതത്തിൽ തുക മുടക്കി സംസ്ഥാനവും കേന്ദ്രവും കൂടി ഈ പണി നടത്താനായിരുന്നു ആദ്യ ധാരണ. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാന വിഹിതം 25% ചുരുക്കാനും പിന്നീട് മുഴുവൻ തുകയും കേന്ദ്രം തന്നെ മുടക്കണമെന്നുമായി കേരളത്തിൻ്റെ ആവശ്യം. ഇതിനായി നിർമ്മാണ സാമഗ്രികളുടെ സംസ്ഥാന GSTയും റോയൽറ്റിയും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇത് സൂചിപ്പിച്ചുകൊണ്ട് കേരളം കേന്ദ്രത്തിന് കത്തും അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുത്തവരാണ്. പകുതി വഴിയിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നേരത്തെ ജനുവരി 2024 പണി ആരംഭിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പലയിടത്തും 3A നോട്ടിഫിക്കേഷൻ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും 3D നോട്ടിഫിക്കേഷനിലേക്ക് കടന്നിട്ടില്ല. ഇതുമൂലം നോട്ടിഫിക്കേഷനിൽപ്പെട്ട വസ്തുവിൻ്റെ ഉടമകൾക്ക് നഷ്ടപരിഹാര തുക കിട്ടാനോ ഈട് വെച്ച് വായ്പ എടുക്കുവാനോ സാധിക്കുന്നില്ല. ഇനി മറ്റൊരാശങ്ക എന്നുള്ളത് ഇതിൻ്റെ അന്തിമ അലൈൻമെൻറ്റിനെ കുറിച്ച് ഭൂ ഉടമകൾക്ക് കാര്യമായ ധാരണയൊന്നുമില്ല. വിവരാവകാശ പ്രകാരം ചില വസ്തു ഉടമകൾ ചോദിച്ചപ്പോൾ DPR ഇനിയും പൂർത്തിയായിട്ടില്ല എന്നുള്ള ഉത്തരമാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ എങ്ങനെ സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങി എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. മാത്രവുമല്ല, പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് പഠനങ്ങളുടെ റിപ്പോർട്ടും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പാത കടന്നു പോകുന്ന പല പഞ്ചായത്തുകളിലും ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും തമ്മിൽ പദ്ധതിയുടെ ചെലവ് പങ്കിടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയുടെ തീയതികൾ പലവട്ടം മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ജനുവരി 2024 ഈ കൂടിക്കാഴ്ച നടക്കും എന്നതാണ്. ഇതോടെ ആ ഭാഗത്തെ തടസ്സങ്ങൾ ഒഴിവാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും പദ്ധതിയുടെ അന്തിമ അലൈൻമെൻറ്റും നഷ്ടപരിഹാര തുകയും സംബന്ധിച്ചുള്ള കാര്യത്തിൽ ആശങ്ക തുടരും. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.